പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 55 അധ്യായം 22 തിരുവചനം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. തോളിൽ ഭാരം ചുമന്നുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അത് എവിടെയെങ്കിലും ഇറക്കി വയ്ക്കുന്നതുവരെ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത എത്രയോ വലുതാണ്. ഇന്ന് തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കും, നിന്റെ ഭാരം നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതല്ല. അത് കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നിരിക്കെ ആ ഭാരം വഹിക്കുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നമ്മളെ താങ്ങുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നീതിയോടും വിശുദ്ധിയോടും കൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അനുദിന കുരിശുകളെ വഹിക്കുന്നതെങ്കിൽ നമ്മൾ കുലുങ്ങുവാൻ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയില്ല. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ വഹിക്കുന്ന ഭാരങ്ങളെ പൂർണ്ണമായി ഇറക്കി വയ്ക്കാം. ക്ഷമിക്കുവാൻ സാധിക്കാതെ വന്നതിലുള്ള ഭാരം, അകാരണമായി നിന്ദനങ്ങൾ ഏറ്റുവാങ്ങിയതിലുള്ള ഭാരം, കടബാധ്യതകളുടെ ഭാരങ്ങൾ, ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മളോട് പറയും, നിന്നെ താങ്ങാൻ എൻ്റെ കരങ്ങൾ ശക്തമാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.